ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളൊരു പുതിയൊരു ഹെയർ കെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ ഒരിത്തിരി എണ്ണ തൊട്ട് പുരട്ടണം. നന്നായിട്ട് എണ്ണയൊക്കെ തൊട്ട് പുരട്ടുക. എന്നിട്ട് നല്ലൊരു മസാജിങ് ഒക്കെ കൊടുക്കുക. തലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എണ്ണ പുരട്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ എണ്ണ പുരട്ടുമ്പോൾ നമ്മൾ മുടിയുടെ ചിക്കൊക്കെ പോക്കി നല്ല വൃത്തിയിൽ ആക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിക്കൊക്കെ വരുമ്പോൾ മുടിയൊക്കെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിക്കൊക്കെ എപ്പോഴും പോക്കി വെക്കുക. എന്നിട്ട് എണ്ണ തേക്കാൻ പാടുള്ളൂ. ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനും ചെറിയ ചെറിയ മുടികൾ പൊടിച്ച് വരാൻ വേണ്ടിയിട്ടും അതുപോലെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഇല്ലാതാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, മുടിയൊക്കെ നല്ല സിൽക്കി ആൻഡ് സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് പേരക്കയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ പേരക്കേൻ്റെ ഇല ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മുറിച്ച് ഇട്ട് കൊടുക്കണം ചെറുതാക്കിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയും നമ്മൾ ഇതള് കളഞ്ഞ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം. ഞാനൊരു 5-6 ചെമ്പരത്തി എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും എത്ര കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ചെമ്പരത്തി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാൻ പറ്റിയ, മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് ചെമ്പരത്തി. അതുകൊണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കിട്ടുമെങ്കിൽ നിർബന്ധമായിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ഒരു 5-6 എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി നമ്മുടെ മുടിയിൽ താരൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ പുതിയ മുടികൾ കിളർത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് 2 സ്പൂണ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്തായാലും നമ്മളിത് അരിച്ചെടുക്കുമല്ലോ, അതുകൊണ്ട് തേങ്ങ തന്നെ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയും തലമുടി നന്നായിട്ട് നല്ലൊരു സ്ട്രക്ചറിനെ മാറ്റാൻ നമുക്ക് തേങ്ങാപ്പാൽ സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. അത്രയും വെള്ളം ചേർക്കുക. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കാണ്ട് തലയിൽ തേച്ച് കൊടുക്കരുത്. അരിച്ചെടുക്കാണ്ട് തേച്ച് കൊടുത്താൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മുടിക്ക് വല്ലാണ്ട് കൂടുകയുള്ളൂ. അത് ഒരിക്കലും കുറയ്ക്കാൻ അത് സഹായിക്കില്ല. അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ താരൻ പ്രശ്നം വല്ലാണ്ട് അധികമാകും. അതുകൊണ്ട് നമ്മൾ എന്ത് പാക്ക് ചെയ്യുന്നപ്പോഴും അരിച്ചെടുക്കേണ്ടതാണെങ്കിൽ അരിച്ചെടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ചെമ്പരത്തീൻ്റെ കളർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറൊക്കെ കിട്ടുന്നത് കേട്ടോ. ചെമ്പരത്തീൻ്റെയും പേരക്കയുടെ ഇലയും കൂടെ ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കളറായത്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തേച്ച് മുടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് തലയിലേക്ക് എല്ലാ ഭാഗത്തും തലയോട്ടിയിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഈ പാക്ക് തേച്ച് കൊടുക്കുക. പിന്നെ കണ്ണിലാവാതെ സൂക്ഷിക്കണം കേട്ടോ. കണ്ണിലായാൽ ചെറിയുള്ളി ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിലായാൽ നമുക്ക് നീറ്റലുണ്ടാകും. അതുകൊണ്ട് കണ്ണിലാവാതെ സൂക്ഷിക്കുക. നന്നായിട്ട് മുടിയുടെ ഉള്ളിലും അടിഭാഗത്തും തലയോട്ടിയിലും മൊത്തം എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ തലയോട്ടിയിൽ തേച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന പാക്ക് നമുക്ക് മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ. തലയോട്ടിയിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മുടിയിൽ തേച്ച് കൊടുത്താൽ മതി. മുടിയിലേക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് മുടിയിലേക്ക് എത്തിക്കോളും. ഒലിച്ച് താഴെ മുടിയിലേക്ക് ഇറങ്ങിക്കോളും. അതുകൊണ്ട് മുടിയിലേക്ക് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ
മുടി പിളരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പാക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ല മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം പറ്റുന്ന ദിവസം നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മസാജിങ് ഒക്കെ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്ക്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടാവുന്ന വീട്ടിൽ കിട്ടാവുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ.